നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന നാടെങ്ങും ഈസ്റ്റർ ആഘോഷം. ആദിവാസി വിഭാഗത്തു നിന്നുള്ള നാടക ഗവേഷകൻ കുപ്പുസ്വാമി ഓർമ്മയായി. സംസ്ഥാനത്ത് ഉയർന്ന താപനില. പാലക്കാട് അടുത്ത 3 ദിവസങ്ങളിലും കടുത്ത ചൂട് അനുഭവപ്പെടും. വിമുക്ത ഭടനിൽ നിന്നും 18 ലക്ഷം തട്ടിയ പ്രതി പിടിയിൽ. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന് ക്രൈസ്തവർ നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. സഹോദരി സഹോദരന്മാരെ, ശുശ്രൂഷകരായ ഓർത്തഡോക്സ് വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പാട്ടുപാടി നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട ഗായിക സംഘത്തിലെ അംഗങ്ങളെ, സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഉദ്ധിതനായ ഈശോയിൽ നിന്ന് സമൃദ്ധമായ കൃപകളും അനുഗ്രഹങ്ങളും സ്നേഹവും ആശംസിക്കുകയും 2 ഞായറാഴ്ചകളുടെ ഇടയിൽ പരമാവധി ആത്മീയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. വലിയ ആഴ്ച, ഹോളി വീക്ക്, നമ്മളെ ലോകത്തിനു വേണ്ടി യേശുക്രിസ്തു കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ആഘോഷമായാണ് ക്രൈസ്തവർ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിലടക്കമുള്ള ആരാധനാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷം ആരംഭിച്ചു. 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആചരിക്കുന്നത്. ഈസ്റ്ററിന്റെ സന്ദേശവും പ്രത്യാശയും പ്രചോദനവും പകരുന്നതുകൂടിയാണ്. പട്ടിണിയായ മനുഷ്യ, നിങ്ങൾ തളരരുത്, തകരരുത്, നിങ്ങൾക്കായി ഒരു ലോകം ഉദിക്കും എന്ന സന്ദേശമാണ് യേശുക്രിസ്തു ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ചത്. അത് മരണത്തെ ഭയം കൂടാതെ പ്രാപ്തമാക്കും. തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും കഷ്ടതകൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലനിന്നാൽ നല്ല ഫലം സുനിശ്ചിതമായി ലഭിക്കുമെന്നും ഈസ്റ്റർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മരണത്തിൽ പോലും ആശ്വാസവും പ്രത്യാശയും നൽകാൻ കഴിയുന്ന അതിശക്തമായ ആധ്യാത്മിക സന്ദേശം ഈസ്റ്റർ പങ്കുവെക്കുന്നു. ജീവിതത്തിനും അർത്ഥത്തിനും പുനരുദ്ധാനം നൽകുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വമേറിയ വിശ്വാസമില്ലെങ്കിൽ എത്ര നിരാശയും അന്ധകാരവും അരാജകത്വവുമായിരിക്കും. സുഖസമായ ഈ ലോക ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുക. പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ഉയർപ്പ് തിരുനാളോടനുബന്ധിച്ച് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിന്റെ ശുശ്രൂഷകൾ നടന്നു. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ നാടക ഗവേഷകൻ കുപ്പുസ്വാമി അന്തരിച്ചു. ഇരുവൃക്കകളും തകരാറായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് മരണം. തലയിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിലായിരുന്നു. ഷോളയൂർ ആനക്കട്ടിയിലെ പരേതരായ മരുതന്റെയും മണിയുടെയും മകനാണ്. ഭാര്യ ജയന്തി, സഹോദരൻ രാമസ്വാമി. ലോകമെങ്ങും നാടക ദിനം ആചരിക്കുമ്പോൾ കുപ്പുസ്വാമി ഒരു യാത്രയിലായിരുന്നു. പതിവ് പോലെ ആശുപത്രിയിലേക്ക്. അതൊരിക്കലും പിന്മടക്കമില്ലാത്തതായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. ഏതു വീഴ്ചയിലും മടങ്ങി വരാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് തലച്ചോറിലെ രക്തസ്രാവം ആരോഗ്യസ്ഥിതി മോശമാക്കിയത്. ശസ്ത്രക്രിയ നടത്തി ICUവിലിരിക്കെ ശനിയാഴ്ച വൈകിട്ട് 4-നായിരുന്നു അന്ത്യം. അഗളി സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷയിൽ പരാജയപ്പെട്ടതാണ് കുപ്പുസ്വാമിയുടെ ജീവിതം വഴിമാറ്റിയത്. തോറ്റവരെ പഠിപ്പിക്കാൻ ദാസന്നൂർ സ്വദേശി D നാരായണൻ സ്ഥാപിച്ച കാനകത്തിൽ എത്തിയതോടെ അരങ്ങ് എന്ന സ്വപ്നം വളർന്നു. അട്ടപ്പാടിയിലെ 192 ഊരുകളിൽ നാടകങ്ങൾ അരങ്ങിലെത്തിച്ചു. മല്ലി, കൊങ്കത്തി, നൊന്തുവെന്ത മനസ്സ്, എമുദ് സമുദായി എന്നീ നാടകങ്ങൾ സംവിധാനം ചെയ്ത് അഭിനയിച്ചു. വീണ്ടും പഠിച്ച് 10ാം ക്ലാസ് ജയിച്ചു. സംവിധാനം മുഖ്യ വിഷയമാക്കി BTE പഠനം പൂർത്തിയാക്കി. അക്കാലത്ത് അട്ടപ്പാടിയിൽ നിന്നും പുറത്തുപോയി പഠിച്ചയാളെന്ന പേരും കുപ്പുസ്വാമിക്കായിരുന്നു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ SFI യൂണിറ്റ് രൂപീകരിക്കാൻ നേതൃത്വം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യ ട്രൈബൽ യൂണിയൻ ഭാരവാഹിയുമായി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാടക പ്രവർത്തനം നടത്തി. 2018 സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലഭിച്ചു. ഗായിക നഞ്ചി അമ്മയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തി. ലോക്ക്ഡൌൺ കാലത്ത് ഓൺലൈൻ പഠന സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്കായി വേറിട്ട രീതിയിൽ പഠന കൂട്ടായ്മ ഒരുക്കി. അഗളി, പുതൂർ, ഷോളയൂർ പഞ്ചായത്തുകളിലെ വിദൂര സ്ഥലങ്ങളായ ഊരുകളിൽ പുസ്തക സഞ്ചി എത്തിച്ചു. കുടുംബശ്രീയുടെ ഭാഗമായ ബ്രിഡ്ജ് സ്കൂളിൽ നാടക പരിശീലനം. GTPP അട്ടപ്പാടി, കില, സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് അട്ടപ്പാടിയിലെ വിവിധ ഹോസ്റ്റലുകളിലെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി സംഘടിപ്പിച്ച നാടക പരിശീലന കളരി, NSS ക്യാമ്പ്, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ നാടക പരിശീലനം നൽകി. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയിലും അഭിനയിച്ചു. വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
ശനിയാഴ്ച സംസ്ഥാനത്ത് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പാലക്കാടായിരുന്നു. 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോട്, കണ്ണൂര്, വെള്ളാനിക്കര എന്നിവിടങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നിരുന്നു. ഏപ്രിൽ 3 വരെ നിലവിലുള്ള സ്ഥിതി തുടരുമെന്നും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. വിമുക്ത ഭടനിൽ നിന്നും 18 ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കൊച്ചി സ്വദേശിയായ പോൾസൺ ജോസിനെയാണ് പാലക്കാട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഹോട്ടലുകളുടെ സ്റ്റാർ റേറ്റിംഗ് ചെയ്ത് പണമുണ്ടാക്കാമെന്ന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചാണ് വിമുക്ത ഭടനിൽ നിന്നും പണം തട്ടിയത്. വിമുക്ത ഭടനിൽ നിന്നും 18,76,000 രൂപയാണ് തട്ടിയെടുത്തത്. കേസിൽ തട്ടിപ്പ് ശൃംഖലയിലെ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്തയാളാണ് അറസ്റ്റ് ചെയ്ത പോൾസൺ. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിവരം തട്ടിപ്പ് സംഘത്തിന് കൈമാറി സൈബർ തട്ടിപ്പുകളിലൂടെ അക്കൗണ്ടിലെത്തുന്ന പണം ചെക്ക് വഴി പിൻവലിച്ച് കൈമാറ്റം നടത്തി കമ്മീഷൻ കൈപ്പറ്റലാണ് തട്ടിപ്പിന്റെ രീതി. ഇയാളുടെ 2 അക്കൗണ്ടിലൂടെ തന്നെ 14 ലക്ഷം രൂപ ചെക്ക് വഴി പിൻവലിച്ച് പണം വിതരണം നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ നേരത്തെ പൊന്നാനി, കുറ്റിപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥന്മാരായ രാജേഷ്, അനൂപ് മോൻ PD, മനീഷ് M, ജോഷി AP, സുജിത്, ഉല്ലാസ്, ഷിഹാബ്ദുൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് അന്വേഷണം നടത്തിയത്. നെന്മാറ വേല ആനപ്പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. നെന്മാറ വല്ലങ്ങി വേലയുടെ മുഖ്യ ആകർഷണമായ ദീപാലങ്കൃത ആനപ്പന്തലുകളുടെ പണി അവസാന ഘട്ടത്തിൽ. 100 അടി നീളത്തിലും 110 അടി ഉയരത്തിലുമാണ് പന്തൽ ഒരുങ്ങുന്നത്. കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും മാതൃകകളുടെ സമന്വയമായാണ് പന്തലുകൾ ഉയരുന്നത്. ഏപ്രിൽ 1 മുതൽ തുടർച്ചയായി 3 ദിവസം പന്തലിൽ ദീപാലങ്കാര പ്രദർശനം ഉണ്ടാകും. നെന്മാറ ദേശത്തിന്റെ പന്തൽ പോത്തുണ്ടി റോഡിന് സമീപത്താണ്. പന്തൽ ഒരുക്കുന്നതും ദീപാലങ്കാരം നടത്തുന്നതും ചെറുതുരുത്തി MM സൈദലവിയുടെ നേതൃത്വത്തിലാണ്. വല്ലങ്ങി ബൈപ്പാസിനരികെയാണ് വല്ലങ്ങി ദേശത്തിന്റെ പന്തൽ. എടപ്പാൾ ബൈജു പന്തൽ നിർമ്മാണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നു. നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് സുരക്ഷയൊരുക്കാൻ 1223 പോലീസുകാരെ വിന്യസിപ്പിക്കും. ഏപ്രിൽ 1 മുതൽ 3 വരെ തുടർച്ചയായി പോലീസിന്റെ സേവനമുണ്ടാകും. ജില്ലാ പോലീസ് മേധാവിക്കാണ് സുരക്ഷാ ചുമതല. 5 DYSPമാരുടെ നേതൃത്വത്തിൽ മേഖലകളായി തിരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കും. 14 CIമാരും 49 SIമാരും സുരക്ഷയൊരുക്കാനുണ്ടാകും. 156 വനിതാ പോലീസിന്റെ സേവനവും ഉണ്ടാവും. പാഞ്ഞാൽ കുടുംബശ്രീ GLB അംഗങ്ങൾക്ക് ചെറുധാന്യ കൃഷി പരിശീലനം സംഘടിപ്പിച്ചു. കൂടുതൽ ഉൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും പ്രദേശത്തിനും യോജിക്കാത്ത ചില വിത്തുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, നമ്മുടേതായ മണ്ണും അതുപോലെ തന്നെ വായുവും വെള്ളവും ഭക്ഷ്യവിഭവങ്ങളൊക്കെ തന്നെ വിഷമയമായി. നമുക്കറിയാം പഞ്ചാബിൽ തന്നെ അവിടെ ഒരു ക്യാൻസർ വണ്ടി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പഴയന്നൂർ ബ്ലോക്കിലെ വിവിധ കുടുംബശ്രീ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. മില്ലറ്റ് മിഷൻ സംസ്ഥാന സമിതി അംഗവും വനമിത്ര അവാർഡ് ജേതാവുമായ VK ശ്രീധരൻ, പ്രവർത്തകരായ VK സുരേഷ് ബാബു എന്നിവർ മില്ലറ്റ് കൃഷി, മില്ലറ്റ് വാല്യൂ അഡീഷൻ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ചേലക്കര CDS മീഡിയം വാല്യൂ അഡീഷൻ കേരള ഫാർമേഷൻ യൂണിറ്റിലെ അംഗങ്ങൾ കൃഷി ചെയ്യുന്ന മില്ലറ്റ് മുഴുവനും വിപണനം ചെയ്യാമെന്ന് കർഷകർക്ക് ഉറപ്പു നൽകി. മില്ലറ്റ് പ്രൊഡക്റ്റ് വിത്ത് എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. CDS ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സുജാത, അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി വത്സല CN, ബ്ലോക്ക് കോർഡിനേറ്റർ ഉമൈബ, ഉപജീവന ഉപസമിതി കൺവീനർ ജയ KP എന്നിവർ സംസാരിച്ചു. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. സംസ്ഥാനത്ത് 168 സബ് ജില്ലകളിലായി നിർമ്മിക്കുന്നത് 336 സ്നേഹാരാമങ്ങൾ.
പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്ട് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്താണ് നഗരസഭയുടെ അനുമതിയോടെ KSTA സ്നേഹാരാമ പദ്ധതി നടപ്പാക്കിയത്. ഇവിടുത്തെ വലിയ മരത്തിന് ചുവട്ടിൽ തറകെട്ടിയിരിക്കാൻ സൗകര്യമൊരുക്കി. ഇരുമ്പുവേലിയും ഗേറ്റും സ്ഥാപിച്ചു. വേലിക്ക് ചുറ്റും ഉള്ളിലായി അലങ്കാര ചെടികളും സ്ഥാപിച്ചു. ഒപ്പം ലവ് യു പാലക്കാട് സെൽഫി കോർണറും സജ്ജമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ലവ് യു പാലക്കാടിനൊപ്പം സെൽഫി എടുക്കാൻ നവദമ്പതികൾ എത്തി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കൊൽക്കത്ത സ്വദേശിയായ നിർമ്മാണ തൊഴിലാളി അമിനൂർ ഷേഖാണ് 29 മരിച്ചത്. ബസ്സുകൾ പുറത്തേക്കിറങ്ങുന്ന ഭാഗത്തുകൂടി വേഗത്തിൽ അകത്തേക്ക് പാഞ്ഞ ബസ് യുവാവിനെ 20 മീറ്ററോളം വലിച്ചിഴച്ചു. പിൻചക്രത്തിൽ നിന്നാണ് അമിനൂറിനെ പുറത്തെടുത്തത്. ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നാഷ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. യാർഡിൽ ബസ്സുകൾ പോകാൻ വഴിതിരിച്ചിട്ടുള്ള മീഡിയനുകൾ അവഗണിച്ചാണ് ബസ് തെറ്റായ ദിശയിലൂടെ വന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുളങ്ങൾ വറ്റി വരേണ്ടതിനാൽ മുതലമടയിലെ ഉൾനാടൻ പ്രദേശങ്ങളിലെ കർഷകർ പ്രതിസന്ധിയിൽ. 5 ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണെങ്കിലും കടുത്ത വേനലിൽ കുളങ്ങളേറെയും വറ്റിവരേണ്ടതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുതലമടയിലെ ഉൾനാടൻ മത്സ്യ കർഷകർ. സ്രാമ്പിള്ളച്ചള്ള, പത്തിച്ചിറ, പോത്തൻപാടം, മേച്ചിറ, പുതുച്ചിറ എന്നിവിടങ്ങളിലാണ് പ്രതിസന്ധി രൂക്ഷമായത്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് മത്സ്യങ്ങൾ പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് പിടിച്ചു വിൽക്കാൻ നിർബന്ധിതരാവുകയാണ് ഇവർ. വെള്ളം വറ്റിയ കുളങ്ങളിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതും നിർബന്ധിത മത്സ്യവില്പനയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഡെഡ് ലെവലിനടുത്താണ് 5 ഡാമുകളിലെയും ജലനിരപ്പ്. കുഴൽക്കിണറുകളിലും വെള്ളം വറ്റി. സ്രാമ്പിള്ളച്ചലയിൽ പാടശേഖര സമിതിയുടെ യുവ കർഷകനും സിവിൽ എഞ്ചിനീയറും ആയ നിതിൻ ഘോഷും സുജീഷും ചേർന്ന് 2018 തുടങ്ങിയതാണ് ഉൾനാടൻ മത്സ്യകൃഷി. ആദ്യഘട്ടത്തിൽ തന്നെ പ്രളയം സാരമായി ബാധിച്ചു. പിന്നീട് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ മത്സ്യകൃഷി പുനരാരംഭിച്ചു. കഴിഞ്ഞ വർഷം വരൾച്ച സാരമായി ബാധിച്ചതിനെ തുടർന്ന് 2 ലക്ഷം രൂപയ്ക്ക് ബാങ്ക് വായ്പയെടുത്ത് കുളം ആഴം കൂട്ടി നവീകരിച്ചു. 5000-ഓളം മത്സ്യകുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചു. എന്നാൽ മാർച്ച് ആദ്യം തന്നെ വെള്ളം കുറഞ്ഞതിനാൽ ചൂട് പ്രതിരോധിക്കാനാവാതെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ തുടങ്ങി. കുളം പൂർണ്ണമായും വറ്റുമെന്ന ഘട്ടത്തിലാണ് എല്ലാ മത്സ്യങ്ങളെയും പിടിച്ച് വിറ്റത്. ഇതുകാരണം 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷങ്ങളിൽ മത്സ്യകൃഷിയിൽ നഷ്ടം മാത്രമാണ് ഉണ്ടായത്. മത്സ്യകൃഷി ഇൻഷുർ ചെയ്യാൻ പറ്റാത്തത് വൻ തിരിച്ചടിയാണ്. ബാങ്ക് ലോൺ എടുത്ത് സുഹൃത്തുമായി സഹകരിച്ചാണ് കൃഷി നടത്തിയത്. എന്നാൽ ഡാമിലെ വെള്ളം കിട്ടാത്തതും കടുത്ത വേനലും കാലവർഷവും ചതിച്ചതും വിനയായി. മുതലമട പഞ്ചായത്തിൽ 83 മത്സ്യ കർഷകരാണുള്ളത്. 4 പദ്ധതികളിൽ ആയി 3.22 ലക്ഷം മത്സ്യകുഞ്ഞുങ്ങളെ കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഡാമുകളിലെ വെള്ളത്തിന്റെ കുറവ് ഇവരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസുകാർക്ക് യാത്രയയപ്പ് നൽകി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ, പോലീസ് സൊസൈറ്റി പാലക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. വനിതാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മേരി സുപ്രഭ, ജില്ലാ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ P കുമാരൻ, കോട്ടായി സബ് ഇൻസ്പെക്ടർ C രാജൻ, വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ U ചന്ദ്രമോഹൻ, ശ്രീകൃഷ്ണപുരം സബ് ഇൻസ്പെക്ടർ K രാജൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. സുനിൽ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് അഡീഷണൽ SP KL രാധാകൃഷ്ണൻ, DYSP-മാരായ KA അബ്ദുൽ സലാം, AK വിശ്വനാഥൻ, TS സിനോജ്, സംഘടനാ ഭാരവാഹികളായ CR ബിജു, മഹേഷ്, P മണികണ്ഠൻ, K ഉണ്ണികൃഷ്ണൻ, M ശിവകുമാർ, VV ജയൻ, R സതീഷ്, സത്യൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. രാത്രികാല ബസ്സുകൾ ഒഴിവാക്കുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പിഴയിടാൻ നിർദ്ദേശം.
രാത്രിയിലെ സർവീസുകൾ ഒഴിവാക്കുന്ന സ്വകാര്യ ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് വൻ തുക പിഴ ചുമത്തുന്നു. സർവീസ് മുടക്കുന്നതായി യാത്രക്കാർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. 7500 രൂപയാണ് പിഴ ഈടാക്കുന്നത്. സംസ്ഥാനത്തെ ഇതിനോടകം 750ഓളം ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തി. പാലക്കാട് ജില്ലയിൽ മാത്രം 70ഓളം ബസ്സുകൾക്ക് പിഴ ചുമത്തി. കോവിഡ് അടച്ചതിനു ശേഷം യാത്രക്കാർ കുറഞ്ഞതിനെ തുടർന്നാണ് വൈകിട്ട് 7 മണിക്ക് ശേഷമുള്ള സർവീസുകൾ നിർത്തിയതെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി ഗോപിനാഥ് പറയുന്നു. രാത്രിയിലെ സർവീസുകളിൽ 10ൽ താഴെ മാത്രമാണ് യാത്രക്കാരുള്ളതെന്നും നഷ്ടമായതിനാലാണ് ട്രിപ്പുകൾ നിർത്തേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാത്രി ബസ് ഇല്ലാതായതോടെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതായാണ് യാത്രക്കാർ പറയുന്നത്. രാത്രി സർവീസ് ഒഴിവാക്കിയതിന്റെ പേരിൽ പിഴ ചുമത്തുന്ന നടപടി പിൻവലിക്കണമെന്നും യാത്രാ പ്രശ്നം നേരിടുന്ന പ്രദേശങ്ങളിൽ രാത്രിയിൽ സർവീസ് നടത്താൻ തയ്യാറാണെന്നും ചൂണ്ടിക്കാട്ടി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നടപടി തുടരുകയാണെങ്കിൽ സർവീസ് പൂർണ്ണമായി നിർത്തുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. പുകപ്പുരയിൽ തീപിടുത്തം, ലക്ഷക്കണക്കിന് റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു. കല്ലാങ്കുഴി അക്കിപ്പാടം പുകപ്പുരയിൽ തീപിടുത്തം, കത്തിനശിച്ചത് 27,000 രൂപയുടെ റബ്ബർ ഷീറ്റുകൾ. ശനിയാഴ്ച വൈകുന്നേരം 5:15ഓടുകൂടിയായിരുന്നു ഷഹമത്ത് കമ്മളംകുന്നിൽ അക്കിപ്പാടം തൃക്കള്ളൂർ PO കാഞ്ഞിരപ്പുഴ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ ഉണക്കുന്നതിനുള്ള പുകപ്പുരയിൽ തീപിടുത്തം ഉണ്ടായത്. ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു റബ്ബർ പുകപ്പുര സ്ഥിതി ചെയ്തിരുന്നത്. ആയതുകൊണ്ട് ആരും തന്നെ പെട്ടെന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നീട് വഴിയാത്രക്കാർ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. വഴിയാത്രക്കാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് മോൻ K, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ രാഗിൽ MR, ഫയർ ഓഫീസേഴ്സ് ആയ രാഹുൽ R, രമേശ് M, സുരേഷ് കുമാർ V എന്നിവർ അടങ്ങിയ സംഘം ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തുകയും ഫയർ എഞ്ചിനീയറിൽ നിന്നും 3000 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്നു. സേനയുടെ സംയോജിതമായ ഇടപെടലിലൂടെ 3 ലക്ഷം രൂപ വിലമതിക്കുന്ന റബ്ബർ ഷീറ്റുകളിലേക്ക് തീ പടരാതിരിക്കാൻ സേനയുടെ ഇടപെടലിലൂടെ കഴിഞ്ഞു. പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാമത് സ്നേഹവീടിന്റെ ശിലാസ്ഥാപനം നടത്തി. സ്കൂളുകളിലെ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള സ്നേഹവീടിന്റെ ശിലാസ്ഥാപനമാണ് നിർവഹിച്ചത്. പൊറ്റശ്ശേരി നരിയങ്കോടുള്ള 3 സഹപാഠികളടക്കമുള്ള കുടുംബത്തിനാണ് വീട് നിർമ്മിക്കുന്നത്. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ PC സിദ്ദിഖ്, ഹയർ സെക്കൻഡറി അധ്യാപകൻ T ഓമനക്കുട്ടൻ എന്നിവർ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. വീടിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി തങ്ങളുടെ അവസാന മാസത്തെ ശമ്പളവും ഇവർ സംഭാവനയായി നൽകി. കുട്ടികളുടെ അക്കാദമിക പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള കൂടൊരുക്കൽ പദ്ധതിയുടെ ഫണ്ട് കണ്ടെത്തൽ, മറ്റു ജോലികൾ എന്നിവയ്ക്കെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത്. സ്ക്രാപ്പ് ചലഞ്ച്, ബിരിയാണി ചലഞ്ച് എന്നിവയിലൂടെയും തുക സമാഹരിക്കുന്നുണ്ട്. PTA പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, പ്രധാന അധ്യാപകൻ AK ലുക്മാൻ, മൈക്കിൾ ജോസഫ്, S സഹത് കുമാർ, ദിവ്യ അച്യുതൻ, മഞ്ജു P ജോയി, ലീഡർമാരായ V അജിൻ, നിരഞ്ജൻ, M രമശ്രീ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. നികുതി ഫീസ് വർധനവും ഇളവുകളും നാളെ പ്രാബല്യത്തിൽ വരും. സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കുള്ള തീരുവ യൂണിറ്റ് 1.2 പൈസയിൽ നിന്നും 15 പൈസയായി ഉയരും. ചെക്ക് കേസിലും വിവാഹമോചന കേസിലും ഫീസ് കൂടും. ഭൂമി പണയം വെച്ച് വായ്പയെടുക്കുന്നതിനുള്ള ചെലവ് കൂടും. റബ്ബറിന്റെ താങ്ങുവില 170 രൂപയിൽ നിന്നും 180 രൂപയാകും. സർക്കാർ ജീവനക്കാർക്ക് DAയിലും പെൻഷൻകാർക്ക് DR-ലും 2% DA വർധന. പാട്ടക്കരാറിന് ന്യായവിലക്കനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി. ടൂറിസ്റ്റ് ബസ് നികുതി കുറയും. ദേശീയപാതയിൽ വാളയാർ പമ്പാമ്പള്ളത്തും കുതിരാൻ തുരങ്കത്തിനും സമീപം പന്നിയങ്കരയിലും ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് കൂടും. ഏപ്രിൽ മുതലുള്ള ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 2023 ഒക്ടോബർ മുതൽ ഇതുവരെ 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. 2 മാസത്തെ പെൻഷൻ 2 ആഴ്ചക്കുള്ളിൽ നൽകും. ബാക്കി എപ്പോഴെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്?
ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയ്റ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. കഞ്ചിക്കോട് ദേശീയപാതയിൽ രണ്ടിടങ്ങളിലെ ഉണ്ടായ അപകടങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റു. രാവിലെ 8-ന് പുതുശ്ശേരി ആശുപത്രി ജംഗ്ഷനിലെ സ്വകാര്യ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വാളയാർ ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് പോയ ബസ്സും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാളയാർ പോലീസ് കേസെടുത്തു. മരുത റോഡ് കൂട്ടുപാത മേൽപ്പാലത്തിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ച് കാർ മറിഞ്ഞ് കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. ഊട്ടിയിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിരുന്ന തിരുവനന്തപുരം പോത്തൻകോട് കുറുമ്പുറം നന്തോട് കാത് സുവോദയം വീട്ടിൽ കുമാരൻ നായർ 55, ഭാര്യ കവിത 48, മക്കളായ ആര്യ 25, മകൻ ആനന്ദ് 23, അർപ്പിത ചിത്ത് 8 എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാവിലെ 11:15-നാണ് അപകടം. കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോയ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് കാറിന് പിന്നിൽ ഇടിച്ചതിനെ തുടർന്ന് കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് തോട്ടപ്പുറത്തെ ട്രാക്കിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. പരിക്കേറ്റവരെ ദേശീയപാത അതോറിറ്റി സുരക്ഷാ വിഭാഗവും കസബ പോലീസും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 15 മിനിറ്റിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന നാടെങ്ങും ഈസ്റ്റർ ആഘോഷം. ആദിവാസി വിഭാഗത്തു നിന്നുള്ള നാടക ഗവേഷകൻ കുപ്പുസ്വാമി ഓർമ്മയായി. സംസ്ഥാനത്ത് ഉയർന്ന താപനില. പാലക്കാട് അടുത്ത 3 ദിവസങ്ങളിലും കടുത്ത ചൂട് അനുഭവപ്പെടും. വിമുക്ത പഠനത്തിൽ നിന്നും 18 ലക്ഷം തട്ടിയ പ്രതി പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.